ഉച്ചഭക്ഷണ പദ്ധതി നടത്തിക്കൊണ്ടു പോകുന്നതിൽ HMO അതുപോലെ ഇൻചാർജുള്ള അധ്യാപകരും പാചക തൊഴിലാളികളും വളരെ വലിയ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറെ കാര്യം പറയാൻ, പാചക തൊഴിലാളിക്ക് ഇതുവരെയായിട്ടും വേതനം കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. എന്നാലും അവരത് വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് തെരുവ് കാണിക്കാതെ കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നുണ്ട്. 2024 ജനുവരി 23 കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ഉപവിദ്യാഭ്യാസ ജില്ലയിലെ ഗവൺമെന്റ് ടൗൺ UPS നടത്തിയ 2022-23 കാലയളവിലെ PM പോഷൻ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് നടത്തുന്നതിന് വിധേയമാക്കിയ രജിസ്റ്ററുകളും ബാഹ്യ സൗകര്യങ്ങളും പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയതായ വിശദ വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് ഹിയറിംഗ് ആണ് ഇന്ന് നമ്മുടെ കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ നഗരസഭാ ചെയർമാനാണ് ഉദ്ഘാടനം നടത്തിയത്. നമ്മുടെ സബ് ജില്ലയിൽപ്പെട്ട 83 സ്കൂളുകളിൽ മികവാർന്ന രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നു. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 7 സ്കൂളുകളിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുകയും ആ സ്കൂളുകളിൽ നിന്ന് വന്ന രക്ഷിതാക്കളും അധ്യാപകരും പ്രഥമാധ്യാപകരും ഉൾപ്പെടുന്നവർ ചേർന്ന ഒരു പബ്ലിക് ഹിയറിംഗ് ആണ് നടക്കുന്നത്. ഇതിനകത്ത് പൊതുജന പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും മികവാർന്ന പങ്കാളിത്തത്തോടെയാണ് ഈ സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നത്. സോഷ്യൽ ഓഡിറ്റ് വേളയിൽ കണ്ടുപിടിക്കപ്പെട്ട ഉണ്ടായിട്ടുള്ള പോരായ്മകൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യാൻ ഈ സോഷ്യൽ ഓഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ നമ്മുടെ ജില്ലാതല ഉദ്യോഗസ്ഥരും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സംശയങ്ങൾക്ക് അവർ കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ട്. ഖിലയുടെ നേതൃത്വത്തിലാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തപ്പെടുന്നത്. എൻ്റെ പേര് സജി കൃഷ്ണൻ. ഞാൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൈകാര്യം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. കൊട്ടാരക്കര ഉപജില്ലയുടെ കീഴിൽ വരുന്ന 7 സ്കൂളുകളിലാണ് ഇക്കൊല്ലം സോഷ്യൽ ഓഡിറ്റ് നടന്നത്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ തത്സമയം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ അതത് സ്കൂൾ സഭകൾ വിളിച്ചു ചേർത്ത് അവതരിപ്പിച്ചതാണ്. അവിടെയൊക്കെ തന്നെ അത് വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടതുമാണ്. തുടർന്ന് സ്കൂളുകളുടെ ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് പബ്ലിക് ഹിയറിംഗ് യോഗങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പബ്ലിക് ഹിയറിംഗ് യോഗങ്ങൾ നടക്കുന്നതും. ഈ പറഞ്ഞ സ്കൂൾ സഭകളിൽ 7 സ്കൂളുകളുടെ സഭകളിൽ നടത്തിയ റിപ്പോർട്ട് അവതരണം ഒരിക്കൽ കൂടി വിശദമായ രീതിയിൽ ആ അവതരണം ഇവിടെ നടക്കുകയാണ്. ഇതിന് മുകളിൽ തുറച്ച ചർച്ചകൾ ഉണ്ടാവും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയേണ്ടതുണ്ടാവും. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് മറ്റ് ഓഡിറ്റുകളിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു സംഗതിയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിയത്. എന്താണ് സോഷ്യൽ ഓഡിറ്റ്? നടത്തിപ്പ് ഏജൻസികളുടെ സഹായത്തോടു കൂടി ഗുണഭോക്തൃ സമൂഹം തന്നെ നടത്തുന്ന ഒരു ഓഡിറ്റാണ് സോഷ്യൽ ഓഡിറ്റ്. അതായത് ഒരു പദ്ധതിയിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ, യഥാർത്ഥത്തിൽ ആ പദ്ധതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണോ, ഇവ തമ്മിലുള്ള അന്തരമാണ് ഒരു പൗരസമൂഹം തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സാമൂഹ്യ ആവശ്യങ്ങൾക്കായി വിഭവങ്ങൾ എത്രമാത്രം ഭംഗിയായി വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് സോഷ്യൽ ഓഡിറ്റിൽ കൂടി പരിശോധിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പദ്ധതിയുടെ നടത്തിപ്പ് സുതാര്യമാകുന്നു, വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നു, എല്ലാ തലത്തിലുള്ള നടത്തിപ്പ് ഏജൻസികളുടെ ഉത്തരവാദിത്തം അരക്കിട്ടുറപ്പിക്കുന്നു, അഭിപ്രായ ഐക്യവും കൂടിയാലോചനകളും പ്രോത്സാഹിപ്പിക്കുന്നു, കെടുകാര്യസ്ഥത, അഴിമതി എന്നിവ കുറയ്ക്കുന്നു, പദ്ധതി നിർവഹണം മെച്ചപ്പെട്ട രീതിയിലാക്കുന്നു. ഇതിനൊക്കെ പുറമെ ഗുണഭോക്തൃ സമൂഹത്തെ ശാക്തീകരിക്കാൻ സഹായിക്കുന്നു. പദ്ധതിയെക്കുറിച്ച് മെച്ചപ്പെട്ട അവബോധം അവർക്ക് നൽകിക്കൊണ്ട് മെച്ചപ്പെട്ട വിവരങ്ങൾ കൈമാറപ്പെട്ട ഒരു പൗരസമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും. കുട്ടികൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ മികച്ച പോഷകപ്രദമായ കറികളോടുകൂടി നല്ലൊരു ഉച്ചഭക്ഷണം എല്ലാ സ്കൂൾ ദിവസങ്ങൾക്കും കുട്ടികൾക്ക് ലഭ്യമാകുക. അതിന് പൗരസമൂഹത്തിൻ്റെയും രക്ഷാകർതൃ സമൂഹത്തിൻ്റെയും മുഴുവൻ പങ്കാളിത്തത്തോടുകൂടി മെച്ചപ്പെട്ട രീതി നടത്തുക. ഇന്ത്യയിൽ ഇത് ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്ന സംസ്ഥാനം നമ്മളാണ്. ഒരു വർഷം 642 കോടി രൂപയാണ് നമ്മൾ ഇതിന് വഴി ചെലവഴിക്കുന്നത്. ഏതാണ്ട് 28,40,800 കുട്ടികൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 27,48,000 കുട്ടികൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. 13,611 തൊഴിലാളികളെ നമ്മൾ ഇതിനു വേണ്ടി എൻഗേജ് ചെയ്യുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. നിരവധി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്.